സുജു, എല്ലായിടത്തും കേരളത്തിലുടനീളം തൊഴിലാളികൾ ഒന്നടങ്കം സമരമുഖത്താണ്. ഓരോ ജില്ലയിലും ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. പത്തനംതിട്ടയിലെ സമരം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലുള്ള ഈ സമരവേദിയിലാണ് ഉള്ളത്. പുലർച്ചെ മുതൽ തന്നെ തൊഴിലാളികൾ ധാരാളമായി എത്തുകയും ഈ ഉപരോധം ആരംഭിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ CITUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് S. ഹരിദാസ് സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കാഴ്ചയാണ്. ഈ രാജ്യത്ത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, ലേബർ കോഡുകൾ, തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കൽ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ശക്തമായ പ്രതിഷേധമാണ് തൊഴിലാളികൾ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ ലേബർ കോഡ് വരുമ്പോൾ എത്രത്തോളം തൊഴിലാളികൾക്ക് ദ്രോഹമാകുന്ന കൊറോണ ഹെൽത്തിലെ ഉദാഹരണം തന്നെ നമ്മുടെ മുമ്പിലേക്കുണ്ട്. അത്തരത്തിലെ വലിയ സമരം തൊഴിലാളികളുടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മാത്രമല്ല, ജനജീവിതത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അതിലുപരിയായി സംസ്ഥാനത്തെ രാജ്യത്തെ എല്ലാ തൊഴിലാളികളെയും ബാധിക്കുമെന്ന വ്യക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ സമരം കടന്നു പോകുന്നത്. മുൻപ് ദ്വിദിന സമരം നടത്തിയപ്പോഴും അതുപോലെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചപ്പോഴും ചില സംശയങ്ങൾ ചില ആളുകൾക്കുണ്ടായെങ്കിൽ പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ IT പ്രൊഫഷണൽ ഉൾപ്പെടെ ബാധിക്കുന്ന സംഭവമെന്ന് വ്യക്തമാവുകയും ചെയ്യുകയും മാത്രമല്ല, തൊഴിലാളികളെ സംബന്ധിച്ചോളം, കർഷകരെ സംബന്ധിച്ചോളം കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. നവംബറിൽ മുമ്പ് നടത്തിയിരിക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് സമാനമായ രീതിയിൽ ശക്തമായ സമരം ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് രാജ്യവ്യാപകമായി ജയിൽ നിറയ്ക്കിയ സമരം ആരംഭിച്ചിരിക്കുന്ന. സംസ്ഥാനത്തും ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ രാജ്യവ്യാപകമായ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ സംസ്ഥാന സമരം പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തിലാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. CIT ഉണ്ട്, AITC ഉണ്ട് തുടങ്ങിയ തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ട്രേഡ് യൂണിയൻ നേതാവും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായിരിക്കുന്ന ചിറ്റയം ഗോപകുമാറാണ് പത്തനംതിട്ടയിലെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഇത്രയും അധികം ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വരും മണിക്കൂറിൽ സമരം ശക്തമാക്കിക്കൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകരെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ എത്തും എന്നാണ് ഇപ്പോഴും അറിയിച്ചിട്ടുള്ളത്. പുലർച്ചെ ആരംഭിച്ച ഇതിലേക്ക് ഇപ്പോൾ CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാറോട് ചേരുവാണ്. പത്തനംതിട്ടയിൽ സമരം ശക്തമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ വെളുപ്പിനെ 4 മണി മുതൽ തന്നെ നമ്മൾ ഈ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഉപരോധം തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോഴേക്കും കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയും വിവിധ മേഖലയിലുള്ള ആളുകൾ ഈ സമരം അവരുടെ ജീവിതത്തിൻ്റെ നേരിടുന്ന വെല്ലുവിളിയുടെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ട് ഈ സമരത്തിലേക്ക് വരികയാണ്. ലേബർ കോഡ് മാത്രമല്ല, എല്ലാ തരത്തിലും പാവപ്പെട്ടവൻ്റെ ജീവിതത്തെ പിടിച്ചു പറിച്ച് കോർപ്പറേറ്റുകൾക്ക് സമ്മാനിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുള്ള ആളുകളുടെയും സമരമായി ഇത് മാറുകയാണ്. സമസ്ത മേഖലയും ആളുകളെയും ബാധിക്കുന്ന സമരമായി മാറുകയാണ്. സമസ്ത മേഖലയിലുള്ള ആളുകളും പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ നമുക്ക് നേതാക്കളെ കാണാൻ സാധിക്കുന്നതാണ്. CITUവിന്റെ ദേശീയ കൗൺസിൽ അംഗം KC രാജഗോപാൽ തുടങ്ങിയ ആളുകൾ അല്പസമയത്തുള്ളിൽ ചിറ്റയം ഗോപകുമാർ ഈ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ പത്തനംതിട്ടയിലെ വിഷയം നമുക്ക് ചോദിച്ചറിയാമാണ്. സമര ഉദ്ഘാടനം ചെയ്ത ചിറ്റയം ഗോപകുമാറാണ്. ഈ ശക്തമായ സമരം തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെ കർഷകരും തൊഴിലാളികളും അതിശക്തമായ പോരാട്ടവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനം, ഈ കേന്ദ്ര സർക്കാർ 29 തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിച്ച് 4 ലേബർ കോഡ് കൊണ്ടുവന്ന് തൊഴിലാളികളെ യഥേഷ്ടം പിരിച്ചുവിടാനും മുതലാളിമാരെ സഹായിക്കാനും സംരക്ഷിക്കാനുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചത്. തൊഴിലാളി യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരുപാട് കടമ്പകൾ ആ നിയമത്തിൽ പറയുമ്പോൾ അത് റദ്ദ് ചെയ്യുന്നതിന് വളരെ വേഗം നിയമ നടപടി സ്വീകരിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇന്ത്യയിൽ നടന്ന കർഷക സമരം, ആ കർഷക സമരത്തിന്റെ അത് അവസാനിപ്പിക്കും 11 കരാർ നടപ്പാക്കാമെന്ന് ഗവൺമെന്റ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 11 കരാർ നിയമങ്ങൾ നടപ്പാക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞുവെങ്കിലും ആ അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക് അവരുടെ മിനിമം വേജസ് നടപ്പാക്കിയിട്ടില്ല, ദേശീയ നിയമം നടപ്പാക്കിയിട്ടില്ല. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നയം റദ്ദ് ചെയ്തു. അതിന് VB റാംജി എന്ന പുതിയ പദ്ധതി കൊണ്ടുവന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നയത്തിൽ തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്താൽ അവർക്ക് തൊഴിൽ കൊടുക്കണം. എന്നാൽ ഇത് എപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നോ അപ്പോഴേ തൊഴിൽ കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ പദ്ധതി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ കർഷകരെയും തൊഴിലാളികളെയും
അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്തേക്കുന്ന പൊതുമേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അടക്കം ദ്രോഹിക്കുന്ന ഈ സമീപനത്തിനെതിരെ ദേശവ്യാപകമായി കർഷകരും തൊഴിലാളികളും യോജിച്ച് നടത്തുന്ന പ്രക്ഷോഭണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിലെമ്പാടും തൊഴിൽ നിൽക്കുന്ന സമരം നടക്കുന്നത്. ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. കുമാർ പറഞ്ഞു വെക്കുന്ന സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടും പത്തനംതിട്ടയിൽ വലിയ സമരമായിരിക്കും പത്തനംതിട്ട സാക്ഷ്യം വഹിക്കുക. തൊഴിലാളികളെ സംബന്ധിച്ചോളം ലേബർ കോഡ് ബില്ല് മാത്രമല്ല, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ജീവനക്കാരും ആശാ വർക്കർമാർ ഉൾപ്പെടുന്ന സ്കീം വർക്കേഴ്സ്, അവരെ ഇതുവരെയും തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ പോലും ഈ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അവരുടെ തൊഴിലാളിയായിട്ട് അവർ അംഗീകരിക്കണം. മിനിമം വേതനം 40,000 രൂപയാക്കുക. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ, കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. നൂറുകണക്കിന് തൊഴിലാളികളും കർഷകരും ഇതിനോടകം തന്നെ പത്തനംതിട്ടയിൽ അണിനിരന്നു കഴിഞ്ഞു. സിന്ധൂരി.